വിളയൂർ പഞ്ചായത്തിലെ ഉദയപുരം കരിങ്ങനാട് റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ തുടങ്ങി. ഗ്രാമീണ റോഡുകളുടെ നവീകരണത്തിനായി കഴിഞ്ഞ സംസ്ഥാന സർക്കാർ അനുവദിച്ച 25 ലക്ഷം രൂപ ചിലവഴിച്ചാണ് പ്രവൃത്തികൾ നടത്തുന്നത്. പാടെ തകർന്നു കിടന്ന ഭാഗങ്ങളിൽ കോൺക്രീറ്റ് ഉൾപ്പെടെയുള്ള പ്രവൃത്തികളും നടപ്പാക്കും. ഏറെക്കാലമായി തകർന്നു കിടക്കുകയാണ് ഈ പാത. ഇതിന്റെ നവീകരണത്തോടൊപ്പം തകർന്നു കിടക്കുന്ന ചെരാപ്പറമ്പ് റോഡ് ഗതാഗത യോഗ്യമാക്കുന്ന പ്രവൃത്തികളും നടത്തുമെന്ന് മുഹമ്മദ് മൂസിൻ MLA പറഞ്ഞു. പ്രവൃത്തികൾ MLAയുടെ നേതൃത്വത്തിൽ വിലയിരുത്തി പഞ്ചായത്ത് അംഗം MK ബേബി ഗിരിജ, T ഷാജി, ഷെരീഫ് തുടങ്ങിയവരും MLAക്കൊപ്പം ഉണ്ടായിരുന്നു. കരിങ്ങനാട് ഉദയപുരം റോഡ് നവീകരിക്കുന്നതിന് വേണ്ടി പ്രധാനപ്പെട്ട തകർന്ന ഭാഗങ്ങൾ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് നമ്മൾ 2025-26 ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ആളുകളുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് ചെരാപ്പറമ്പിലേക്ക് പോകുന്ന ഈ പ്രധാനപ്പെട്ട റോഡ് കൂടി അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം കൂടി തകർന്ന് കിടക്കുകയാണ് എന്നുള്ളതുകൊണ്ട് അതും കൂടി ഉൾപ്പെടുത്താൻ വേണ്ടി എസ്റ്റിമേറ്റ് റിവൈസ് ചെയ്തു. അതും കൂടെ ഉൾപ്പെടുത്തി ഇതിലെ ഏറ്റവും തകർന്ന ഭാഗങ്ങൾ കോൺക്രീറ്റ് ചെയ്ത് നവീകരിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി നമ്മൾ ടെൻഡർ ചെയ്തെങ്കിലും തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ ടെൻഡർ നടപടി പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് അതിൻ്റെ ബാക്കി നടപടികൾ പൂർത്തീകരിച്ചത്. ഇപ്പോൾ അതിൻ്റെ വർക്ക് ആരംഭിച്ചിരിക്കുകയാണ്. 25 ലക്ഷം രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ തന്നെ വിളയൂർ പഞ്ചായത്തിലും പട്ടാമ്പി മണ്ഡലത്തിലും വിവിധ സ്ഥലങ്ങളിൽ കഴിഞ്ഞ പ്രാവശ്യം ഗ്രാമീണ റോഡുകൾക്ക് ഫണ്ട് അനുവദിച്ചതിൻ്റെ ഭാഗമായിട്ടുള്ള ഫണ്ടുകൾ ഇപ്പോൾ ടെൻഡർ ചെയ്തിട്ട് വർക്കുകൾ വിവിധ ഘട്ടത്തിലായിട്ട് നടക്കുന്നുണ്ട്. ഇവിടത്തെയും പ്രദേശവാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട തകർന്ന ഭാഗങ്ങളുടെ പരിഹരിക്കപ്പെടും. ഇനി നമുക്കറിയാം, പുതിയ ഗവൺമെൻറ് വന്നു. ഗ്രാമീണ റോഡുകൾക്ക് ഇനി ഫണ്ട് ലഭിക്കുകയാണെങ്കിൽ ഇനിയും നമുക്ക് ഗ്രാമീണ റോഡുകൾ ചെയ്യാൻ പറ്റും. പുതിയ ബഡ്ജറ്റിൽ ഗ്രാമീണ റോഡുകൾക്ക് ഫണ്ട് ലഭ്യമായിട്ടില്ല. എന്നാൽ പഴയ ബഡ്ജറ്റിൽ നേരത്തെ അനുവദിച്ച ഫണ്ടുകളാണ് ഇപ്പോൾ നമ്മൾ വിനിയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായിരുന്നാലും ഈ പ്രദേശത്തെ ആളുകൾക്ക്, ഉദയപുരം, കരിങ്ങനാട്, അതുപോലെ ചെരാപ്പറമ്പിലേക്ക് പോകുന്ന ആളുകൾക്കൊക്കെ തന്നെ ഈ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന ഭാഗങ്ങളൊക്കെ തന്നെ പ്രശ്നം പരിഹരിക്കപ്പെടും എന്ന കാര്യത്തിൽ സംശയമില്ല.